കണ്ണൂർ പഴയങ്ങാടി പാലത്തിൽ ഗ്യാസ് ടാങ്കർ ലോറി മറിഞ്ഞു. നിയന്ത്രണം വിട്ട ടാങ്കർ ലോറി 3 വാഹനങ്ങളിൽ ഇടിച്ചാണ് മറിഞ്ഞത്. പുലർച്ചെ 1:30യോടെയാണ് അപകടം നടന്നത്. സുനിൽ ഐസക്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ തേടാം. സുനിൽ, പുലർച്ചെയുണ്ടായ അപകടമാണ്. സുനിലിലേക്ക് വരാം. അതായത് ഇന്നിപ്പോൾ പുലർച്ചെയാണ് അപകടം ഉണ്ടായിരിക്കുന്നത്. ഗ്യാസ് ടാങ്കർ ലോറിയാണ് മറിഞ്ഞിരിക്കുന്നത്. നമ്മൾ 6 മണി വാർത്തയിൽ സുനിലിനോട് ഈ വിശദാംശങ്ങൾ തേടിയിരുന്നു. ആ സമയത്ത് വലിയ അപകടം ഇല്ല എന്നാണ് പറഞ്ഞിരുന്നത്. ഗ്യാസ് ടാങ്കറിന്റെ വാതക ചോർച്ചയൊന്നും നിലവിലില്ല, അതുകൊണ്ട് തന്നെ പേടിക്കേണ്ട സാഹചര്യമില്ല. പക്ഷേ ഈ മേഖലയിൽ ഗതാഗതം വഴിതിരിച്ചു വിട്ടിട്ടുണ്ട്. കാരണം ഗ്യാസ് ടാങ്കർ ലോറി അവിടെ നിന്ന് മാറ്റേണ്ടതുണ്ട്. അതിനുള്ള ശ്രമങ്ങളാണ് ആ സമയത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ രാവിലെ ആയ ശേഷം കിട്ടിയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇപ്പോഴും വാഹനം മാറ്റാൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ടാങ്കർ ലോറി മറിഞ്ഞു കിടക്കുന്നുണ്ട്. അതായത് വലിയൊരു അപകടം തന്നെയാണ് പുലർച്ചെ ഉണ്ടായത് എന്നുള്ള കാര്യമാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. പോലീസുകാരടക്കമുള്ള ഉദ്യോഗസ്ഥർ, ഫയർഫോഴ്സ് അടക്കമുള്ള ഉദ്യോഗസ്ഥർ സ്ഥലത്തുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള വാതക ചോർച്ച ഉണ്ടാകുമോ എന്നുള്ളതൊക്കെ വളരെ ആശങ്കയോടെ നോക്കി കാണുന്ന ഒരു അപകടം കൂടിയാണ്. പ്രത്യേകിച്ച് ഗ്യാസ് ടാങ്കറാണ് മറിഞ്ഞത് എന്നുള്ളത് കൊണ്ട് തന്നെ എന്തായാലും സുനിലിനോട് തന്നെ വിവരങ്ങൾ നമുക്ക് കൂടുതലായി ചോദിച്ചറിയാം. സുനിൽ, നേരത്തെ സുനിൽ പറഞ്ഞിരുന്നു അവിടെ ഗതാഗതമൊക്കെ വഴിതിരിച്ച് വിട്ടിരിക്കുകയാണെന്ന്. ഇപ്പോഴും ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു അപകട സാധ്യത ഇപ്പോൾ പ്രദേശത്ത് നിലനിൽക്കുന്നുണ്ടോ? ജിൽസി, ഏതെങ്കിലും തരത്തിൽ ആശങ്കപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല. കാരണം അതുതന്നെയാണ് ആദ്യം നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത്. നിലവിൽ ഈ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. 2 വാഹനങ്ങളെ ഇടിച്ച് തകർത്തിട്ടുണ്ട് ഈ വാഹനം. 2 കാറുകൾ അത് പൂർണ്ണമായും ഏതാണ്ട് തകർന്ന നിലയിലാണുള്ളത്. ടാങ്കർ ലോറിയുടെ ദൃശ്യങ്ങളും നമുക്ക് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുന്നുണ്ട്. നമ്മളിപ്പോൾ ഈ വാഹനം ഏതാണ്ട് പുലർച്ചെ 1:30 മണിയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ഈ വാഹനം വന്നത് മംഗലാപുരം ഭാഗത്തു നിന്നാണ്. മംഗലാപുരം ഭാഗത്തു നിന്ന് വരുന്ന വാഹനം ഇവിടെ പഴയങ്ങാടി പാലത്തിൽ വെച്ചിട്ടാണ് ഈ അപകടം ഉണ്ടാകുന്നത്. മുൻപിലുണ്ടായിരുന്ന ഏതാണ്ട് 3 വാഹനങ്ങളിൽ ഇടിച്ചതിന് ശേഷം വാഹനം മറിയുകയായിരുന്നു. നിലവിൽ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. പഴയങ്ങാടി പാലത്തിലേക്ക് കയറുന്നതിന് തൊട്ട് മുൻപായി തന്നെ ഒരു ചെറിയൊരു കയറ്റമുണ്ട്. ആ കയറ്റത്തിലാണ് ഈ വാഹനം അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. ടാങ്കർ മറിയുകയും ടാങ്കറിൽ നിന്ന് വാതക ചോർച്ചയില്ല എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ആശങ്കപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല. പക്ഷേ പാലത്തിലാണ് അപകടം നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതാണ്ട് പൂർണ്ണമായി തന്നെ ഗതാഗതം ഇതുവഴിയുള്ളത് സ്തംഭിച്ചിരിക്കുന്നു. എരിപുരം വഴി പഴയങ്ങാടിയിലേക്ക് പോകുന്ന റോഡ് പൂർണ്ണമായും അടച്ചിരിക്കുകയാണ്. ഇതുവഴി ഏതാണ്ട് മണിക്കൂറുകളായി ഗതാഗതം പൂർണ്ണമായും തന്നെ സ്തംഭിച്ച സാഹചര്യമാണുള്ളത്. വാഹനങ്ങൾ പൂർണ്ണമായും തളിപ്പറമ്പ് വഴി മറ്റുമായി തിരിച്ചുവിട്ടിരിക്കുകയാണ്. മറ്റ് ഏതെങ്കിലും തരത്തിൽ നിലവിൽ ആശങ്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഒരു വലിയ ജനവാസ മേഖലയാണ്. ഏതെങ്കിലും തരത്തിൽ വാതക ചോർച്ചയിലേക്കോ മറ്റോ കാര്യങ്ങൾ പോകുന്നുണ്ടായിരുന്നെങ്കിൽ അത് വലിയ അപകടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയേനെ. പക്ഷേ എന്തായാലും അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്നത് സ്വാഭാവികമായും ആശ്വാസകരമായ ഒരു കാര്യം തന്നെയാണ്. ജിൽസി, ഫയർഫോഴ്സ് അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ വാതക ചോർച്ചയില്ലെന്ന് ഏതാണ്ട് പൂർണ്ണമായും തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇനി വേണ്ടത് വണ്ടി ഇവിടെ നിന്ന് മാറ്റുക എന്നുള്ളതാണ്. അതിന് മംഗലാപുരത്ത് ഓയിൽ കോർപ്പറേഷൻ്റെ അധികൃതരുണ്ട്. അവരടക്കമുള്ള ആളുകൾ എത്തിയതിന് ശേഷം മാത്രമായിരിക്കും ഇത് മാറ്റാൻ കഴിയുക. അവർ ഇവിടേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമുക്ക് അധികൃതരിൽ നിന്ന് ലഭിക്കുന്ന വിവരം. എന്തായാലും പോലീസും ഫയർഫോഴ്സും അടക്കമുള്ള വലിയ സംഘം തന്നെ ഇവിടെ ക്യാമ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. നിലവിൽ ഏതെങ്കിലും തരത്തിൽ വാതക ചോർച്ചയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ആശങ്കപ്പെടേണ്ട കാര്യമോ ഒന്നും നിലവിലില്ല. ശരി സുനിൽ, എന്തായാലും ആശ്വാസകരമായ വാർത്ത. അവിടെ ഇപ്പോൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല, വാതക ചോർച്ച ഒന്നുമില്ല എന്നുള്ളത് തന്നെയാണ്. സുനിൽ ഐസക്കാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.